ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വെഡ്ഡിങ് വ്ളോഗാണ്. ആക്ച്വലി ഞാൻ വെഡ്ഡിങ് വ്ളോഗ് ചെയ്ത് കഴിഞ്ഞതായിരുന്നു. പോസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോഴേക്കും ഞാൻ അറിയാതെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് പോയി. എല്ലാ വീഡിയോയും പോയി. അതുകൊണ്ട് എനിക്ക് തൽക്കാലം ഉള്ളതുകൊണ്ട് ഓണം പോലെ ഒന്ന് കാണിക്കാൻ പറ്റുള്ളൂ എന്നല്ല, കാണിക്കാൻ അതേ ഉള്ളൂ. ഇതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ ബ്യൂട്ടി പാർലറിൽ 5 മണിക്ക് പോയിട്ട് മേക്കപ്പ് ചെയ്ത് വന്നിട്ട് വീട്ടിൽ കയറുന്നതിന് മുന്നേ ഫോട്ടോഷൂട്ട് നടത്തായിരുന്നു. ആ വ്ളോഗൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. തൽക്കാലം ഇത് പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് കയറി. വീട്ടിലെത്തി ഞാനും റെഡിയായി. പിന്നെ മുഹൂർത്തത്തിനുള്ള നേരമായി. കല്യാണത്തിന് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ബ്രൈഡിനെയും കൂട്ടി ഞങ്ങൾ മണ്ഡപത്തിലേക്ക് വരികയാണ്. അങ്ങനെ അവളുടെ കല്യാണവും കഴിഞ്ഞു. നിനക്ക് മാലയല്ല അവിടെ ചെന്ന് ധൃതി വെക്കല്ലേ. പിന്നെ എല്ലാവരും ഫുഡ് കഴിക്കാനായിരുന്നു. എനിക്ക് പിന്നെ പന്തിയിലിരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയില്ല, ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ചെറുക്കൻ്റെ വീട്ടിലോട്ട് ഇറങ്ങാണ്. അച്ഛനെ കണ്ടതും അച്ഛനിങ്ങനെ കരയാൻ പൊട്ടി നിൽക്കുകയാണ്. അത്ര നേരം കരയില്ല കരച്ചിൽ വരില്ല എന്ന് പറഞ്ഞ് ഞാൻ അച്ഛനെ കണ്ണു നിറഞ്ഞത് കണ്ടപ്പോഴേ എനിക്ക് സങ്കടം വന്ന് ഞാനും കരഞ്ഞു. അങ്ങനെ എല്ലാവരും കരഞ്ഞു. അമ്മയും കരഞ്ഞു, അവളും കരഞ്ഞു, അച്ഛനും കരഞ്ഞു, ഞാനും കരഞ്ഞു. കരയുന്നതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ മാമൻ വീഡിയോ എടുക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. പിന്നെ ഒരു 4 മണിയായപ്പോൾ ഞങ്ങളും ചെക്കൻ്റെ വീട്ടിലോട്ട് വന്നു. അവളെ കണ്ടതും അവൾ കരയാൻ തുടങ്ങി. പിന്നെ അവിടുന്ന് ഫുഡ് കഴിച്ചു. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചു. എന്തൊരു ഫുഡടിയാടി എന്നാണ് ആ മാമൻ പറഞ്ഞത്. അതൊന്നും നോക്കിയില്ല, ഞങ്ങൾ ഫുഡ് കഴിച്ചു. പിന്നെ അത്ഭുത ദ്വീപിൽ ലാസ്റ്റ് രാധേനെ പറഞ്ഞയക്കുന്ന പോലെ അവളെ അവിടെ നിർത്തി ഞങ്ങൾ ടാറ്റ പറഞ്ഞു പോയപ്പോൾ ശരിക്കും സങ്കടം. ഞാൻ ഈ രാജകുമാരിയെ അവളുടെ ഗന്ധർവനെ ഏൽപ്പിക്കുന്നു. ഒരു കുട്ടീനെ കൊണ്ടുവിട്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ രാത്രി എന്തെത്തുള്ളതെന്നാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ വെഡ്ഡിങ് വ്ളോഗ് ഇത്രയുള്ളൂ. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.